വലിയൊരു വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട രീതിയിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ. കാരണമെന്ന് പറയുന്നത് അസമിലാണ് ഈ ഒരു വലിയ തിരിച്ചടി ഇപ്പോൾ കോൺഗ്രസിന് ഏറ്റിരിക്കുന്നത്. അതായത് മെയ് 2-നും 7-നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സ്ഥലമാണ് അസം എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ രാഷ്ട്രീയ ചലനങ്ങൾ പിടിമുറുക്കുകയാണ് ഇപ്പോൾ. പ്രധാന ജില്ലകളിലെ നിരവധി പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പാർട്ടി വിടുകയാണ്, അതായത് കോൺഗ്രസ് വിടുകയാണ്. അതും കൂട്ടമായുള്ള ഒരു കൊഴിഞ്ഞുപോക്കാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഗോൾപ്പാറയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിക്കൊണ്ട് 300ഓളം പ്രവർത്തകരാണ് ഇപ്പോൾ പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് അസം ഗണ പരിഷത്തിൽ, അതായത് AGPയിൽ ചേർന്നിരിക്കുന്നത്. AGP എന്ന് പറയുന്ന പാർട്ടി BJPയുടെ സഖ്യകക്ഷിയാണ്. ആ പാർട്ടിയിലാണ് ഇപ്പോൾ NDAയിൽ എന്ന് തന്നെ പറയാം. NDAയിൽ ഇപ്പോൾ 300ഓളം പേർ ഇപ്പോൾ അസമിൽ ചേർന്നിരിക്കുന്നത് കോൺഗ്രസ് വിട്ടുകൊണ്ട്. പ്രാദേശിക കോൺഗ്രസ് MLA അബുൽ കലാം റഷീദ് ആലത്തോടുള്ള ദീർഘകാലമായുള്ള അതൃപ്തി ചൂണ്ടിക്കാട്ടി മണ്ഡല വികസനത്തെക്കാൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് അദ്ദേഹം മുൻഗണന നൽകുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പാർട്ടിയിലെ നിരവധി ആൾക്കാർ ഇപ്പോൾ NDAയിലേക്ക് മാറിയിരിക്കുന്നത്. പാർട്ടി ഞങ്ങൾക്കൊരു ബഹുമാനവും നൽകുന്നില്ല എന്നും ഈ MLAയുടെ കീഴിൽ വികസനം നിലച്ചിരിക്കുന്നു എന്നും പദ്ധതികൾക്കായി നീക്കിവെച്ച ഫണ്ടുകൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിലൂടെയാണ് കൈമാറിയതെന്ന് ആരോപിക്കപ്പെടുന്നു എന്നും രാഷ്ട്രീയം ബിസിനസ് അല്ലെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെതാണെന്ന് തോന്നുന്നു എന്നും കൂറുമാറിയവരിൽ ഒരാൾ തുറന്നടിച്ചു പറഞ്ഞ കാര്യമാണ് ഇത്. പ്രാദേശിക MPയുടെ അവഗണനയിൽ നിരാശ ഉണർന്നു. ഇത് അടിസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നിരാശ വർദ്ധിപ്പിച്ചു. MLAയുടെ പേരിൽ മാത്രമല്ല, ആളുകൾ ഇനി കഷ്ടപ്പെടരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനാലുമാണ് ഞങ്ങൾ രാജിവെക്കുന്നതെന്നും മറ്റൊരാൾ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ആളുകളുടെ ഒഴുക്കിൽ നിന്ന് ഉന്മേഷഭരിതരായ AGPയെ ആദർശങ്ങളിൽ വേരൂന്നിയ ഒരു പാർട്ടിയായി വിമതർ ചിത്രീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്ന ആദർശങ്ങൾക്കു വേണ്ടിയാണ് AGP നിലകൊള്ളുന്നതെന്നും അതിലൂടെ ഞങ്ങളുടെ പ്രദേശത്തെ ജനങ്ങളെ സേവിക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവസാന ശ്വാസം വരെ ഞങ്ങൾ AGPയിൽ തുടരുമെന്നും ഈ ചേർന്നവരിൽ പലരും പറഞ്ഞ കാര്യമാണിത്. അതേസമയം കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ AGPയിലേക്കും അതോടൊപ്പം തന്നെ BJPയിലേക്കും ഒഴുക്ക് തുടരുകയാണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമാണ് മറ്റു മേഖലകളിൽ നിന്നും BJPക്ക് ഉണ്ടാവുന്ന വളരെ വലിയ നേട്ടമെന്ന്. അതായത് ഏപ്രിൽ 17-19 തീയതികളിൽ പാർലമെന്ററി കാര്യമന്ത്രിയായിട്ടുള്ള പിജൂഷ് ഹസാരിക കോൺഗ്രസിൽ നിന്നും റൈജോർ ദളിൽ നിന്നും പ്രവർത്തകരെ കാവിക്കൂട്ടത്തിലേക്ക് ചേർത്തിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുന്നേ നടക്കുന്ന ഈ ഒരു അട്ടിമറികളൊക്കെ തന്നെ ഇപ്പോൾ NDAയിലേക്കുള്ള ഈ ഒരു കൊഴിഞ്ഞുപോക്ക്, അതായത് 300-ലധികം പേര് അത് AGPയിലേക്കും അതോടൊപ്പം തന്നെ BJPയിലേക്കും ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ NDAയിലേക്കുള്ള ഈ ഒരു കൂറുമാറ്റം തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ അസമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ തോതിലുള്ള അട്ടിമറികളൊക്കെ തന്നെയെന്ന് വളരെ കൃത്യമായി വിലയിരുത്താൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്.